നാരായണ 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 രാധ ഗോവിന്ദ. ദൂരെ നിന്നിട്ട ക്രൂരനും വൃന്ദാവന ശോഭ കണ്ടു തേരിൽ നിന്നു താഴെ താനും ഇറങ്ങി നിന്നു. കണ്ണൻ കാലാൽ ചവിട്ടിയ പൂഴിമണ്ണിലക്രൂരനും വജ്രമത്സ്യാങ്കുശരേഖ തെളിഞ്ഞു കണ്ടു. കണ്ടു കണ്ടു കണ്ണീറഞ്ഞു, കണ്ണിലാകെ നീർനിറഞ്ഞു. ഭക്തിപൂർവം പൂഴി വാരി ശിരസിലിട്ടു. ആമോദത്താലിടറിയ പാദങ്ങളും വെച്ചു വച്ചു അമ്പാടി തൻ മുറ്റത്തെത്തി കിതച്ചു നിന്നു. രാമനെയും കൃഷ്ണനെയും കണ്ടിട്ടുള്ള സന്തോഷത്ത സാഷ്ടാംഗമായി പൂഴിയിങ്കൽ കാമിഴ്ന്നു വീണു. കൃഷ്ണനപ്പോൾ ഓടിയെത്തി ഭക്തനെയും മാറിൽ ചേർത്തു. രാമനുമായി കൈപിടിച്ചു നടത്തിക്കൊണ്ടാൻ. കാൽ കഴുകിച്ച ക്രൂരനെ ഉള്ളിലേക്കായാനയിച്ചു പീഠമൊന്നിലിരുത്തിയിട്ടു വിശ്രമിപ്പിച്ചു. ആദരവോടർഘ്യപാദ്യ പൂജാവിധി ചെയ്തു കൃഷ്ണൻ. ഭക്തനാകും അതിഥിക്കു സ്വാഗതമേകി. ആഹാരങ്ങളെടുത്തിട്ടു മെല്ലെ മെല്ലെ ഭുജിപ്പിച്ചു. താമ്പൂലാദി തയ്യാറാക്കി രാമനുമപ്പോൾ. ബന്ധുവായൊരക്രൂരനെ കണ്ടപ്പോഴേ നന്ദനേറെ സന്തോഷത്താൽ കുശലങ്ങൾ ചോദിച്ചു മെല്ലെ. നല്ല മൃദുമെത്തയിങ്ക ചയിപ്പിച്ചിട്ട ക്രൂരനെ മെല്ലെ മെല്ലെ വീശി കൃഷ്ണൻ ആശ്വസിപ്പിച്ചു. അതിഥി തൻ സർക്കാരങ്ങൾ കഴിഞ്ഞിട്ടു ഭഗവാനും രാമനും ഭോജനത്തിനായി ഗമിച്ചാൻ. ഭഗവാന്റെ സൽക്കാരത്തിനിത്ര മാത്രം പാത്രമായ അക്രൂരനോ ഭക്തി തന്നെ മുഴുകിപ്പോ.